15-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ഇതിഹാസ ചുവർ ചിത്രം. തന്റെ മാന്ത്രിക ചായങ്ങൾ കൊണ്ട് ഡാവിഞ്ചി ജീവൻ നൽകിയ ശിഷ്യന്മാരോടൊപ്പമുള്ള ക്രിസ്തുവിന്റെ അവസാന അത്താഴമെന്ന സുപ്രധാന നിമിഷം. ഞാൻ സംസാരിക്കുന്നത് കലാചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തവും നിഗൂഢവുമായ ദ ലാസ്റ്റ് സപ്പർ എന്ന പെയിന്റിങ്ങിനെ പറ്റി. മതപരമായ ആഖ്യാനത്തിനപ്പുറം ഡാവിഞ്ചിയുടെ ഈ പെയിന്റിംഗ് എന്തുകൊണ്ട് ഇന്നും ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നു? തന്ത്രപരമായി ഒളിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങൾ ഈ ചിത്രത്തിലുണ്ട് എന്നത് സത്യമോ? ഈ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റിൻ തോമസ് ആൻഡ് വി ആർ ജസ്റ്റിൻ കോൺവെർസേഷൻസ്. ആയിരത്തി 1495-നും 1498-നും ഇടയിലാണ് ഡാവിഞ്ചി തന്റെ മാസ്റ്റർ പീസായ ദ ലാസ്റ്റ് സപ്പർ സൃഷ്ടിച്ചത്. വിശുദ്ധ വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിൽ വിവരിച്ചിരിക്കുന്ന പോലെ കുരിശുമരണത്തിന്റെ തലേ ദിവസം യേശുക്രിസ്തുവും 12 ശിഷ്യന്മാരും പങ്കിട്ട അവസാന അത്താഴത്തെ ചിത്രീകരിക്കുന്നതാണ് ഈ പെയിന്റിംഗ്. അന്ത്യത്താഴ സമയത്ത് ശിഷ്യന്മാരിൽ ഒരാൾ തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് യേശു മർക്കോസിന്റെ മാളികയിൽ വെച്ച് വെളിപ്പെടുത്തുന്നു. അത് കേട്ടപ്പോൾ ശിഷ്യന്മാരുടെ മുഖത്തുണ്ടായ ഞെട്ടലും അവിശ്വാസവും അനശ്വരമാക്കിക്കൊണ്ട് പകർത്തപ്പെട്ടതാണ് ദ ലാസ്റ്റ് സപ്പർ. ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ മറ്റ് ചിത്രങ്ങളെ പോലെ ഒരു നിമിഷം പകർത്തുകയായിരുന്നില്ല ഡാവിഞ്ചി ചെയ്തത്. മറിച്ച് തുടർച്ചയായ നിമിഷങ്ങളുടെ ഒരു പ്രതിനിധാനമാണ് ലാസ്റ്റ് സപ്പറിൽ കാണുവാൻ കഴിയുന്നത്. രചനയെ 3 വ്യത്യസ്ത വിഭാഗങ്ങളായി തിരിക്കുന്നു. വിശാലമായ ഒരു മേശയുടെ മധ്യഭാഗത്ത് യേശുവും ഇടതും വലതും അപ്പോസ്തലന്മാരും. വരുവാനിരിക്കുന്ന പ്രക്ഷുബ്ധതയ്ക്കിടയിലും ദൈവിക അധികാരവും ശാന്തതയും പ്രസരിപ്പിക്കുന്ന ശാന്തമായ മുഖഭാവമാണ് പെയിന്റിങ്ങിന്റെ കേന്ദ്രബിന്ദുവായ യേശുക്രിസ്തുവിന് നൽകിയിരിക്കുന്നത്. ഒരു കൈ ഉയർത്തി അനുഗ്രഹത്തിന്റെ ആംഗ്യത്തിലും മറുകൈ അപ്പത്തിലേക്കും വീഞ്ഞിലേക്കും ചൂണ്ടി വിശുദ്ധ കുർബാനയെയും പ്രതീകപ്പെടുത്തുന്നു. പരമ്പരാഗത രീതിയിൽ ചുവപ്പും നീലയും വസ്ത്രങ്ങൾ ധരിച്ചാണ് യേശുവിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണയായി ചിത്രങ്ങളിൽ കണ്ടുവരുന്ന യേശുവിന്റെ തലയ്ക്ക് ചുറ്റുമുള്ള ആ പ്രഭാവലയം ഡാവിഞ്ചി ഇതിൽ ചിത്രീകരിച്ചിട്ടില്ല. പിന്നിലെ ജാലകത്തിൽ നിന്നുമുള്ള പ്രകാശം ഈ പ്രഭാവലയം തീർക്കുന്നുവെന്ന് ചില പണ്ഡിതന്മാർ വാദിക്കുമ്പോൾ, മറ്റു ചിലർ വരുവാനിരിക്കുന്ന കഷ്ടതയും വേദനയും സഹിക്കുന്ന മനുഷ്യനായി യേശുവിനെ ചിത്രീകരിക്കാനാണ് മനഃപൂർവ്വം ഡാവിഞ്ചി ഈ പ്രഭാവലയം ഒഴിവാക്കിയതെന്ന് വാദിക്കുന്നു. ഓരോ അപ്പോസ്തലനെയും വ്യത്യസ്തമായ പോസ്റ്ററുകളും മുഖഭാവങ്ങളും ഉപയോഗിച്ച് ചിത്രീകരിച്ചിരിക്കുന്നു. വിശ്വാസവഞ്ചനയെക്കുറിച്ചുള്ള യേശുവിന്റെ വെളിപ്പെടുത്തലിനോടുള്ള ആശ്ചര്യവും ആശയക്കുഴപ്പവും മുതൽ ദുഃഖവും കോപവും വരെ നീളുന്ന അവരുടെ വ്യത്യസ്ത പ്രതികരണങ്ങളെ ചിത്രീകരിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട ശിഷ്യൻ എന്നറിയപ്പെടുന്ന യോഹന്നാൻ ഒരു യൗവന രൂപമായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. യേശുവിന്റെ വലതുഭാഗത്ത് ഏറ്റവും അരികിലായിരിക്കുന്നു. നീണ്ട് ഒഴുകിക്കിടക്കുന്ന മുടിയും ധ്യാനാത്മകവും ആർദ്രവുമായ ഭാവവും നൽകിയിരിക്കുന്നു. യേശുവിലേക്ക് ചായുന്നതായി കാണിച്ചിരിക്കുന്നത് യേശുവുമായുള്ള അടുപ്പത്തെ പ്രതീകപ്പെടുത്തുന്നു. യേശുവിന്റെ വലതുഭാഗത്ത് യോഹന്നാൻ അരികിലായിരിക്കുന്ന പ്രായം ചെന്ന ഒരു താടിക്കാരനായാണ് പത്രോസിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ശക്തമായ പേശീബലവും തീവ്രമായ ഭാവവും കയ്യിലെ കത്തിയും കൊണ്ട് അദ്ദേഹത്തെ തിരിച്ചറിയുന്നു. ഗത്സമന തോട്ടത്തിൽ വെച്ച് യേശുവിനെ പിടിച്ചുകൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ പത്രോസ് ഒരു സൈനികന്റെ ചെവി മുറിക്കുന്ന സംഭവിക്കാൻ ഇരിക്കുന്ന നിമിഷങ്ങളെ ആ കത്തി സൂചിപ്പിക്കുന്നു. യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന ശിഷ്യനായ യൂദ ഇസ്കറിയോത്ത തന്റെ വഞ്ചനയ്ക്ക് പ്രതിഫലമായി ലഭിച്ച ആ ചെറിയ പണസഞ്ചി മുറുകെ പിടിച്ച് പത്രോസിനരികിലായി ഇരിക്കുന്നു. കൂടുതൽ നിഴൽ നിറഞ്ഞ സ്ഥലത്ത് മുഖം തിരിച്ചിരിക്കുന്നതായി യൂദയെ ചിത്രീകരിച്ചിരിക്കുന്നു. കുറ്റബോധവും ലജ്ജയും നിറഞ്ഞ മുഖഭാവം യൂദയ്ക്ക് നൽകിയിരിക്കുന്നു. ഒരു അന്വേഷണാത്മക ശിഷ്യൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പങ്ക് പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ കൈകൾ ഉയർത്തി ചോദ്യം ചെയ്യുന്ന ആംഗ്യത്തിൽ ഇരിക്കുന്ന രീതിയിൽ പത്രോസിന്റെ വലതുവശത്തായി അന്ത്രയോസിനെ ചിത്രീകരിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ ഇടതുവശത്ത് തന്റെ കൈകൾ കോപത്തോട് പുറത്തേക്ക് നീട്ടുന്ന രീതിയിൽ യാക്കോബിനെയും, യാക്കോബിന് പിന്നിലായി അവിശ്വാസി എന്ന് വിളിക്കുന്ന തോമസ് തന്റെ കൈകൾ മുകളിലേക്ക് ചൂണ്ടി ഇതാണോ ദൈവത്തിന്റെ പദ്ധതി എന്ന് ചോദിക്കുന്ന രീതിയിലും ചിത്രീകരിച്ചിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവുമായുള്ള തന്റെ പിന്നീടുള്ള സമാഗമത്തെ, അതായത് ക്രിസ്തുവിന്റെ വിലാവിൽ തൊട്ട് വിശ്വസിക്കുന്ന നിമിഷത്തെ അദ്ദേഹത്തിന്റെ കൈകളുടെ ചലനത്തിലൂടെ വരച്ചു കാട്ടുന്നു.
യേശുവിന്റെ ഇടതുവശത്ത് തീർച്ചയായും ഞാനല്ല കർത്താവേ എന്ന് പറയുന്ന രീതിയിൽ ഫിലിപ്പോസിനെ ചിത്രീകരിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ ഇടതുഭാഗത്ത് ഏറ്റവും അകലെയായി എരിവുകാരൻ ശീമോനും അവനരികിലായി യൂദാ തദ്ദേവൂസ്, മത്തായി എന്നിവർ പരസ്പരം സംസാരിച്ചിരിക്കുന്നതായും ചിത്രീകരിച്ചിരിക്കുന്നു. യേശുവിന്റെ വലതുഭാഗത്ത് ഏറ്റവും അകലെയായി ബർത്തുൽമായിയും അവനരികിലായി അൽഫായുടെ മകൻ യാക്കോബും അതിശയത്തോടെ കർത്താവിനെ നോക്കിയിരിക്കുന്നതായും ചിത്രീകരിച്ചിരിക്കുന്നു. പല പണ്ഡിതന്മാരും യൂദാസിന്റെ കൈമുട്ടിന് സമീപം ഒഴുകിയ ഉപ്പുപാത്രത്തിന്റെ അർത്ഥം ചർച്ച ചെയ്തിട്ടുണ്ട്. യൂദാസിന്റെ വിശ്വാസവഞ്ചനയെ ഇത് സൂചിപ്പിക്കുന്നുവെന്ന് ചിലർ വാദിക്കുമ്പോൾ ചോർന്ന ഉപ്പ്, ദൗർഭാഗ്യം, നഷ്ടം, മതം, ഭൂമിയുടെ ഉപ്പായ യേശു എന്നിവയെ പ്രതീകപ്പെടുത്തുന്നുവെന്ന വിവിധ വ്യാഖ്യാനങ്ങളും നിലവിലുണ്ട്. വിളമ്പിയ മത്സ്യത്തിനും വൈരുദ്ധ്യമുള്ള വായനകളുണ്ട്. ഈൽ എന്ന മത്സ്യമാണെങ്കിൽ അത് പ്രബോധനത്തെയും അതുവഴി യേശുവിലുള്ള വിശ്വാസത്തെയും പ്രതീകപ്പെടുത്തുന്നുവെന്നും, ഹെറിംഗ് എന്ന മത്സ്യമാണെങ്കിൽ അത് മതത്തെ നിഷേധിക്കുന്ന അവിശ്വാസിയെ പ്രതീകപ്പെടുത്തുന്നുവെന്നും പറയപ്പെടുന്നു. ബൈബിളിൽ പറയുന്ന മർക്കോസിന്റെ മാളിക വളരെ മനോഹരമായിട്ടാണ് ഡാവിഞ്ചി വരച്ചിരിക്കുന്നത്. ഇരുവശത്തും അധികം സ്ഥലമില്ലാത്ത രീതിയിൽ കാഴ്ചക്കാരുടെ ശ്രദ്ധ മുഴുവനായും യേശുവിലേക്കും ശിഷ്യന്മാരിലേക്കും കേന്ദ്രീകരിക്കുന്ന പോലെയാണ് ആ മുറി വരച്ചെടുത്തിരിക്കുന്നത്. ഇരുവശത്തുമുള്ള ചുവരുകളിൽ ഇരുണ്ട ടേപ്പസ്ട്രികൾ വരച്ചിരിക്കുമ്പോൾ പിൻവശത്തെ ഭിത്തിയിൽ 3 ജനാലകൾ വരച്ചിരിക്കുന്നു. അതിലൂടെ ഭൂപ്രകൃതിയും ആകാശവും വ്യക്തമാണ്. 1 പോയിന്റ് പെർസ്പെക്റ്റീവാണ് ഡാവിഞ്ചി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് സപ്പറിന്റെ പെർസ്പെക്റ്റീവ് കൺസ്ട്രക്ഷൻ സന്തുലിതമാക്കി. അതിന്റെ അപ്രത്യക്ഷമായ കൺവെർജിംഗ് പോയിന്റ് യേശുവിന്റെ തലയുടെ ഭാഗത്തായി സ്ഥാപിച്ചിരിക്കുന്നു. അങ്ങനെ പ്രധാന വിഷയത്തിലേക്ക് കാഴ്ചക്കാരന്റെ ശ്രദ്ധ ആകർഷിക്കുന്നു. ഭിത്തിയിൽ ഒരു ആണി അടിച്ച് അതിലൊരു ചരട് കെട്ടി പെയിന്റിങ്ങിന്റെ കോണുകൾ കൃത്യമായി വരച്ചെടുക്കുവാൻ ഡാവിഞ്ചിക്ക് സാധിച്ചു. ഇപ്രകാരം വളരെ സിമ്മട്രിക്കായി വരച്ചിരിക്കുന്നതാണ് ദി ലാസ്റ്റ് സപ്പർ. ഇറ്റലിയിലെ മിലാനിലുള്ള സാന്റാ മരിയ ഡെല്ലെ ഗ്രാസി കോൺവെന്റിലെ ഡൈനിങ് ഹാളിന്റെ ചുമരിലാണ് ഈ പെയിന്റിംഗ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 460 സെന്റിമീറ്റർ വീതിയും 880 സെന്റിമീറ്റർ നീളവുമുള്ളതാണ് ഈ പെയിന്റിംഗ്. മിലാനിലെ പ്രഭുവായിരുന്ന ലൂഡോവിക്കോ സ്ഫോസ ആ നഗരത്തിൽ ആദ്യമായി താമസിച്ച സമയത്താണ് ഈ ചുവർ ചിത്രം വരയ്ക്കുവാനായി ഡാവിഞ്ചിയെ കമ്മീഷൻ ചെയ്തത്. 1495 ഡാവിഞ്ചി ഈ പെയിന്റിംഗ് വരയ്ക്കുവാനായി തുടങ്ങിയത്. ഇടയ്ക്ക് നീണ്ട ഇടവേളകളോടെ 1498 അദ്ദേഹം ഈ ചിത്രം പൂർത്തിയാക്കി. സാധാരണയായി അദ്ദേഹം ചെയ്യാറുണ്ടായിരുന്ന ഫ്രെസ്കോ പെയിന്റിംഗ് ടെക്നിക്കിന് പകരം ഓയിൽ പെയിന്റ് ഉപയോഗിച്ചാണ് അദ്ദേഹം ഈ ചിത്രം വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ പെയിന്റിംഗ് അടർന്നു വരുവാൻ തുടങ്ങി. മഠത്തിലെ അടുക്കളയിലെ നീരാവിയും പുകയും മെഴുകുതിരികളിലെ ചൂടും പുകയും കാരണം പെയിന്റിങ്ങിന് കൂടുതൽ കേടുപാടുകൾ സംഭവിച്ചു. 1652 ഭിത്തിയിൽ പെയിന്റും പ്ലാസ്റ്ററും അഴിച്ച് യേശുവിന്റെ പാദം നീക്കം ചെയ്ത് ഒരു വാതിൽ നിർമ്മിക്കുകയുണ്ടായി. അങ്ങനെ നിരവധി പുനരുദ്ധാരണങ്ങൾ ആ പെയിന്റിങ്ങിൽ നടന്നു. നെപ്പോളിയന്റെ അധിനിവേശ സൈന്യം ഈ ഡൈനിങ് ഹാൾ തങ്ങളുടെ കുതിരാലയമാക്കി മാറ്റിയപ്പോൾ ഈ പെയിന്റിങ്ങിന് കൂടുതൽ കേടുപാടുകൾ സംഭവിച്ചു. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് ശേഷം പൂപ്പൽ വളർച്ച ഈ പെയിന്റിങ്ങിനെ പിന്നെയും കൂടുതൽ നശിപ്പിച്ചു. 2-ാം ലോക മഹായുദ്ധ സമയത്ത് ബോംബാക്രമണത്തിൽ ഈ ഡൈനിങ് ഹാളിന്റെ മേൽക്കൂരയും ഒരു ഭിത്തിയും തകർന്നപ്പോൾ ഈ പെയിന്റിംഗ് അതിന്റെ ഏറ്റവും വലിയ അപകടങ്ങൾ നേരിട്ടു. എങ്കിൽ തന്നെയും ഈ പെയിന്റിംഗ് അതിജീവിച്ചു. നിരവധി അപകടങ്ങൾക്കൊടുവിൽ ഏകദേശം 20 വർഷത്തോളം നീണ്ടുനിന്ന വിപുലവും അതിലുപരി വിവാദപരവുമായ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ഈ പെയിന്റിംഗ് വിധേയമായി. അത് 1999 പൂർത്തിയാക്കി. പുനഃസ്ഥാപിച്ച പെയിന്റിംഗ് വെളിപ്പെടുത്തിയപ്പോൾ ഡാവിഞ്ചിയുടെ യഥാർത്ഥ സൃഷ്ടിയിൽ വളരെ കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂവെന്നും കൂടുതൽ ഭാഗങ്ങളും പുനഃസ്ഥാപിക്കുന്നവർ നീക്കം ചെയ്തുവെന്നും പല വിമർശകരും വാദിച്ചു. എങ്കിലും യേശുക്രിസ്തുവിന്റെയും ശിഷ്യന്മാരുടെയും മുഖഭാവങ്ങളും മറ്റ് വിശദാംശങ്ങളും വീണ്ടെടുത്തതിനെ മറ്റുള്ളവർ അഭിനന്ദിച്ചു. കാലമുയർത്തുന്ന വെല്ലുവിളികൾക്കിടയിലും ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഒരു മാസ്റ്റർ പീസായി ദ ലാസ്റ്റ് സപ്പർ തുടരുന്നു. ഓരോ ക്രൈസ്തവന്റെയും ഭവനത്തിൽ ക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തെ ഓർമ്മപ്പെടുത്തുന്ന ചിത്രമെന്ന സ്ഥാനമുറപ്പിച്ച ദ ലാസ്റ്റ് സപ്പറിന്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. പക്ഷെ കോൺവെർസേഷൻസ് അത് തുടർന്നുകൊണ്ടേയിരിക്കും.
We were just in conversations. Goodbye.